ആലപ്പുഴ ജില്ലയിൽ ആര് ഉച്ചയൂണ് തുടങ്ങിയാലും ഞാൻ അവരുടെ മുന്നിൽ എങ്ങനെയെങ്കിലും ചെന്ന് പെടും അല്ലേ? ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. രണ്ടുപേരേ ഉള്ളൂ. ഈ പൊതി കെട്ടുന്നതും അല്ല, ഞങ്ങൾ രണ്ടുപേരും. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെ സംരംഭം തുടങ്ങാമെന്ന് വിചാരിച്ചു. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഹരിപ്പാടാണ് കേട്ടോ. ഇതുവഴി വന്നു കഴിഞ്ഞപ്പം ഒരു കുടയുടെ താഴെയായിട്ട് ഒരു ചേച്ചിയും ഒരു അച്ഛനെയും കണ്ടു കേട്ടോ. വീട്ടിലൂണ് പൊതിച്ചോറാണ്. അപ്പോൾ ഇപ്പം ഇത് മാധവയ്ക്ക് മുമ്പ്, അതായത് NH മാധവയ്ക്ക് മുമ്പാണ് ഇവരുടെ ഒരു കുഞ്ഞു സംരംഭം. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് സുജ. സുജ ചേച്ചി. സുജ ചേച്ചി ബാക്കിലുള്ള അച്ഛനാണോ? അച്ഛനാ. അപ്പൊ രണ്ടുപേരും കൂടെ ആണ് ഈ ഒരു കച്ചവടം. അതെ അതെ. അപ്പൊ എത്ര മണിയാകുമ്പം ഇത് ചെയ്യാൻ തുടങ്ങും? വീട്ടിലെ ഒരു 5:30-6 മണിയാകുമ്പോ 5:30-6 മണിയൊക്കെ ആകുമ്പോൾ തയ്യാറാക്കും. ഇവിടെ കൊണ്ടുവരുമ്പോ എത്ര മണിയാവും? 11:30 ഓക്കെ. വീട്ടിൽ ആരെങ്കിലും സഹായിക്കാനുണ്ടോ? ഇല്ല, ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. രണ്ടുപേരേ ഉള്ളൂ. ഈ പൊതി കെട്ടുന്നതും അല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? മക്കളുണ്ട്, 2 മക്കളുണ്ട്. പഠിക്കുവാണോ? പഠിക്കുക. അപ്പൊ കറക്റ്റ് ഇതെല്ലാം പാചകം ചെയ്തിട്ട് പാഴ്സലാക്കി അച്ഛനും മോളും കൂടി ഇവിടെ വരും. എല്ലാ ദിവസവും ഇവിടെ തന്നെ ആയിരിക്കും? എല്ലാ ദിവസവും ഉണ്ട്. ഇത് കറക്റ്റ് മാധവ ജംഗ്ഷന് മുമ്പാണല്ലേ? മാധവ ജംഗ്ഷന് മുമ്പ് നമ്മുടെ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, റോള ഓഡിറ്റോറിയം. അതിന്റെ ഹൈവേ സൈഡ്. എങ്ങനെയുണ്ട്? തുടങ്ങിയിട്ടൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഞങ്ങളിപ്പോ 1 മാസം ആയില്ല. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇത് തുടങ്ങാനായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അതെന്താണ്? എങ്ങനെയാണ്? ഞങ്ങൾ വീട്ടിലിങ്ങനെ കട നടത്തിക്കൊണ്ടിരുന്നതാ. അന്നേരം കടയ്ക്കകത്ത് വെള്ളം കയറിയത് കൊണ്ട് നമുക്ക് പിന്നെ കട നടത്താൻ പറ്റിയില്ല. അങ്ങനെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാന്ന് കരുതി. ഓക്കെ. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെ സംരംഭം തുടങ്ങാന്ന് കരുതി. ബൈക്കിനകത്താണ് ഇത് കൊണ്ടുവരുന്നത് ഇവിടെ. നമ്മുടെ ഊണിന് എത്ര രൂപയാണ്? ഊണിന് 70 രൂപ. 70 രൂപയ്ക്ക് അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? അവിയലുണ്ട്, സാമ്പാറുണ്ട്, മീൻചാറുണ്ട്, ചമ്മന്തിയുണ്ട്, അച്ചാറുണ്ട്, തോരനുണ്ട്, ഐറ്റംസ് എല്ലാം. അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും? സ്പെഷ്യൽ മീൻ വറുത്തതുണ്ട്. മീൻ വറുത്തത് ഉണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവും. അത് സെപ്പറേറ്റ് ആയിരിക്കും പാക്ക് ചെയ്ത് വെക്കുന്നത്? സെപ്പറേറ്റ്. ഒരു ദിവസം എത്രത്തോളം ഊണ് കൊണ്ടുവരും? ഞങ്ങള് ഒരു 13-14 ഊണ് കൊണ്ടുവരും. 14 ഊണ് കൊണ്ടുവരും. വിറ്റിട്ടാ പോകുന്നത്. അപ്പം തുടക്കം ഈ 14 ഊണൊക്കെ ചെലവായിട്ടാ പോകുന്നത്? ആദ്യം ഞങ്ങൾ തുടങ്ങിയപ്പോ 9 ഊണുമായിട്ടാ വന്നത്. അപ്പൊ ഇനി ഓരോ ദിവസവും കുറച്ച് കൂട്ടണം. നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ വന്ന് ചിക്കൻ ബിരിയാണിയും കൂടെ തുടങ്ങാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഞങ്ങളും അച്ഛനും മാത്രം ഉള്ളത് കൊണ്ട് നമുക്കൊരു. അച്ഛന്റെ പേരെന്താ? കൃഷ്ണൻ നായർ. അപ്പം രണ്ടുപേരും കൂടെ ഉള്ള ഒരു കച്ചവടമാണ്. ഈ കച്ചവടത്തേക്കാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇന്നിനി എത്ര ഊണ് ഇരിപ്പുണ്ട് അവിടെ? ഇനിയും 5 ഊണോടെ ഇരിപ്പുണ്ട്. 5 ഊണും കൂടി ഇരിപ്പുണ്ട്. എന്തായാലും ഞാൻ എടുത്തോളാം. 5 ഊണി എടുത്തോ. തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഞാൻ കരുതിയെന്ന് പറഞ്ഞാൽ ഇത് എത്ര ഉണ്ട്? ഇത് 2 വണ്ടിക്കകത്ത് ഇരിപ്പുണ്ടോ? അപ്പൊ അതും കൂടി എടുത്തോ. അപ്പൊ ഈ പൊതികള് ഇതിനകത്ത് തൊടുകറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതുണ്ട് സാമ്പാറ്, മീൻകറി, രസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പാക്കറ്റിലായിട്ടുണ്ട്. അപ്പൊ അച്ഛനാണ് ഈ പാക്കറ്റൊക്കെ ആക്കുന്നത്? രണ്ടുപേരും കൂടാ. അപ്പം സ്ഥലം പറഞ്ഞു കൊണ്ടാട്ടോ. സ്ഥലം എന്ന് പറയുന്നത് സൂര്യ മുണ്ടുകട, അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു വണ്ടി ഉണ്ട് കേട്ടോ. അതിനകത്താണ് സാധനങ്ങളൊക്കെ വെക്കുന്നത്. ചേച്ചി ഊണുമായിട്ട് വരുന്നു. എല്ലാം എടുത്തോ. അപ്പൊ ഇന്ന് എത്ര ഊണ് കൊണ്ടുവന്നു? 13 ഊണ്. ഞങ്ങൾ വന്നപ്പോ ലേറ്റ് ആയി പോയി. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാം പോയി ഞങ്ങൾ എപ്പോഴേ വീട്ടിൽ പോകണ്ടോ. ഇതിനകത്ത് സ്പെഷ്യൽ വല്ലതും ഉണ്ടോ? സ്പെഷ്യൽ മീൻ വറുത്തൊന്നും വെച്ചിട്ടില്ല. അല്ലാതെ മീൻകറിയൊക്കെ ഉണ്ട്. മീൻകറി എല്ലാം ഉണ്ട്. അവിയലുണ്ട്. ഇപ്പൊ സമയം എന്ന് പറയുമ്പോ ഏകദേശം എത്ര മണിയായി? ഇപ്പൊ 2:30. എത്ര മണി വരെ എല്ലാ ദിവസവും ഇരിക്കും? ഞങ്ങൾ 2:30 വരെയൊക്കെ ഇരിക്കും. 2:30 അതിന് മുമ്പേ പോകുന്ന. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു 7 ഊണ് പൊതികളുണ്ട്. അപ്പൊ തൊട്ടടുത്തായിട്ട് തന്നെ ഭക്ഷണ അലമാരയുണ്ട്. നമുക്ക് അങ്ങോട്ട് ഇത് മാറ്റാം. 7 എത്ര രൂപയായി? 490. ഒരു ഊണിന് 70. $500 അത് എടുക്കണ്ട, അതിരിക്കട്ടെ. അപ്പൊ രണ്ടുപേരും കച്ചവടമൊക്കെ ഉഷാറാകട്ടെ. അപ്പൊ ഇനി ഈ വീഡിയോ കാണുന്നവരൊക്കെ വന്ന് വാങ്ങിച്ച് സഹായിക്കും. അവരുടെ സ്ഥലം മറന്നുകൊണ്ടാ. ഇത് ഹരിപ്പാടാണ്. ഇവിടെ ഒരു മുണ്ടുകടയുണ്ട്, സൂര്യ മുണ്ടുകട, അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം ചേച്ചി. ഇനി വരുമ്പോ കയറാം. ആലപ്പുഴ ജില്ലയിൽ ആര് ഉച്ചയൂണ് തുടങ്ങിയാലും ഞാൻ അവരുടെ മുന്നിൽ എങ്ങനെയെങ്കിലും ചെന്ന് പെടും അല്ലേ? അതൊക്കെ ഒരു പുണ്യം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണം അച്ഛൻ്റെ കേട്ടോ. പോയിട്ട് വരാം കേട്ടോ. ശരി, ആയിക്കോട്ടെ. അപ്പൊ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ കാണാം. നമുക്കിത് ഭക്ഷണാലമാരയിലേക്ക് മാറ്റാം.